നമസ്കാരം ധനുസ് പീസ് ടിപ്സിലേക്ക് സ്വാഗതം. ചോദ്യപേപ്പർ 122/2025 അസിസ്റ്റന്റ് ഓഡിറ്റർ സെക്രട്ടറിയുടെ തസ്തികയിലേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഫൈനലാക്കുകയാണ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്ക് നിങ്ങൾക്ക് ബോറടിക്കാത്ത രീതിയിൽ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2 ബന്ധിപ്പിച്ച താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അല്ലേ, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരം. നിയമങ്ങളുടെ ആത്മാവ് നമുക്ക് അറിയാവുന്ന കേസാണ്. നിയമങ്ങളുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ ആരാണ്? നിയമങ്ങളുടെ ആത്മാവ് മോണ്ടസ്ക്യൂ ആണ്. അറിയാം, നിയമങ്ങളുടെ ആത്മാവാണ് മോണ്ടസ്ക്യൂ. ഒന്നാമത്തത് നിയമങ്ങളുടെ ആത്മാവ് മോണ്ടസ്ക്യൂ ആണ്. ഇല്ലേ, അടുത്തത് കാൻഡൈഡ് എന്ന് പറയുമ്പോൾ ആരാണത്? വോൾട്ടയർ ആണ്. കാൻഡൈഡ് വോൾട്ടയർ ആണ്. എൻസൈക്ലോപീഡിയ ആരാണ്? എൻസൈക്ലോപീഡിയ ഡെന്നീസ് ആണ്. ദെൻ സാമൂഹിക കരാർ നമുക്കറിയാവുന്ന റൂസോയുടെയാണ്. പിന്നുള്ളത് ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ഡേകാർട്ടസിൻ്റെയാണ്. ധ്യാനങ്ങൾ കാർട്ടസിൻ്റെയാണ്. 5 അത് കാർട്ടസിൻ്റെയാണ്. ധ്യാനങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അല്ലേ, അത്ര കൺഫ്യൂഷൻസ് എനിക്കും വരുന്നുണ്ട്. റെനെ ഡെസ്കാർട്ടസിൻ്റെയാണ് തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ. നമുക്കതിൽ ഓപ്ഷൻസ് അറിയാവുന്ന വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കണ്ടെത്താൻ പറ്റുന്നൊരു ഉത്തരമാണിത്. ഓക്കെ, ഈ മോണ്ടസ്ക്യൂ ഒക്കെ അറിയാവുന്നവരാണ്. നിയമങ്ങളുടെ ആത്മാവിലെ സ്പിരിറ്റ് ഓഫ് ലോ അതറിയാവുന്നതായിരിക്കും, മിക്കവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഏതായിരുന്നു ആദ്യത്തെ കുറിച്ചുള്ള ധ്യാനങ്ങൾ? റെനെ ഡെസ്കാർട്ടസ് ആണ്. ധ്യാനങ്ങൾ റെനെ ഡെസ്കാർട്ടസിൻ്റെയാണ്. അടുത്തത് ജനസംഖ്യ തത്വങ്ങളെക്കുറിച്ചുള്ള ഉപന്യാസം. ജനസംഖ്യ എന്ന് പറയുമ്പോൾ അത് ആരെ വന്നു? മാൽത്തസ് ആണ്. ജനസംഖ്യ ആരാണത്? മാൽത്തസ്. അല്ലേ, ജനസംഖ്യ നമുക്കറിയാം. പണ്ട് ജനസംഖ്യയുടെയൊക്കെ ഒരു സംഭവം ആദ്യമൊക്കെ പഠിക്കുന്നത് മാൽത്യൂസ് തിയറി എന്നൊക്കെ പറയാറുണ്ട്. മാൽത്തസ്. ജനസംഖ്യ തത്വങ്ങളെക്കുറിച്ചുള്ള ഉപന്യാസം എന്താണ്? മാൽത്തസ് ആണ്. അപ്പോൾ ഒന്നുകൂടി നിയമങ്ങളുടെ ആത്മം പഠിക്കുക. നിയമങ്ങളുടെ ആത്മാവ് ആരാണ്? നിയമങ്ങളുടെ ആത്മാവ് മോണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടേത് മോണ്ടസ്ക്യൂ ആണ്. കാൻഡൈഡ് ആരാണ്? വോൾട്ടയർ ആണ്. എൻസൈക്ലോപീഡിയ ആരാണ്? ഡെന്നീസ് ആണ്. ഡെന്നീസ് ഡിഡറോട്ടാണ്. ഡായുടെ ഒരു പ്രസരം അവിടെയുണ്ട്. ദെൻ സാമൂഹിക കരാർ ആരാണ്? റൂസോയുടെയാണ്. സാമൂഹിക കരാർ. ദെൻ ആദ്യ തത്വചിന്തയെക്കുറിച്ചുള്ള ധ്യാനങ്ങൾ എന്ന് പറയുമ്പോൾ ആരെയാണ്? റെനെ ഡെസ്കാർട്ടസിൻ്റെയാണ്. അതുപോലെ ജനസംഖ്യ തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആരാണ്? ഉപന്യാസം എഴുതിയേക്കുന്ന ആരാണ്? മാൽത്തസ് ആണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് അത്രയും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ പ്രിലിംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ളവയാണ്. നിയമങ്ങളുടെ ആത്മാവ് പഠിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തിയിട്ട് താഴെ നൽകിയിരിക്കുന്നതിൻ്റെ കൊടുവിൽ നിന്നും ശരിയായ ഉത്തരം എടുത്ത്. ഇവിടെ ഞാനൊരു പൊരുത്തപ്പെടേണ്ട കാര്യം എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉത്തരം എന്ന് പറയുമ്പോൾ ഏതെന്ന് പറയാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇല്ലേ, ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സിലബസ് പ്രകാരമുള്ള കണ്ടന്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വീണ്ടും ചോദിക്കാം. ചോദ്യം ഇതാണ്: എയുടേത് 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടി വിമർശിച്ചു. പിന്നെ സ്വദേശ് ബാന്ധവ് സമിതി, കർമ്മഭൂമി, ദേവി ചൗധരാണി, ഇന്ത്യയിലെ ദാരിദ്ര്യവും അൺബ്രിട്ടീഷ് ഭരണവും. ഇല്ലേ, അപ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ പരിഭാഷയാണ്. അവിടെ നമുക്കൊന്നുകൂടി ബെറ്ററായി തോന്നും. അപ്പോൾ നോക്കാം ഒന്നുകൂടി. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായി വന്നിട്ടുള്ളത്. അതായത് 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം, സേഫ്റ്റി തിയറി, സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഏതാണത്? ആരുടെയാണത്? ലജ്പത് റോയുടെയാണ് വരിക. ലജ്പത് റോയ്ക്കാണ് സുരക്ഷാ വാൽവ് സിദ്ധാന്തം അവിടെ വന്നേക്കുന്നത്. ലജ്പത് റോയ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിമർശിച്ചു. പോട്ടെ, എന്താണ് സ്വദേശ് ബാന്ധവ് സമിതി രൂപീകരിച്ചത് ആരാണ്? അശ്വിനി കുമാർ ദത്താണ് സ്വദേശ് ബാന്ധവ് സമിതി രൂപീകരിക്കുന്നത്. അശ്വിനി ബാന്ധവ് ഉണ്ടോ? അശ്വിനി കുമാർ ദത്ത്, സ്വദേശ് ബാന്ധവ് ദത്ത്, അശ്വിനി ബാന്ധവ് ദത്ത് എന്നൊക്കെ പഠിക്കും. സ്വദേശ് ബാന്ധവ് സമിതി എന്ന് പറയുമ്പോൾ അശ്വിനി കുമാർ ദത്താണ് പഠിച്ചേക്കുന്നത്. അല്ലേ, പറഞ്ഞേക്കിട്ടുള്ളത്. ദെൻ കർമ്മഭൂമി നമുക്കറിയാവുന്ന പഴയ ക്വസ്റ്റ്യൻ. കർമ്മഭൂമി എന്ന് പറയുമ്പോൾ ആരാണ്? പ്രേംചന്ദാണ്. അതായത് ദേവി ചൗധരാണി എന്ന് പറയുമ്പോൾ എന്താണ്? ദേവി ചൗധരാണിക്ക് വരുന്നത്. അപ്പോൾ ദേവി ചൗധരാണി ആരാണ്? ദേവി ചൗധരാണി എന്താണെയാണ്?
ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ, ബങ്കിമിൻ്റെയാണ്, ബങ്കിമിൻ്റെ ചൗധരാണി ബങ്കിമിൻ്റെയാണ്, ദേവി ചൗധരാണി ബങ്കിമിൻ്റെയാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ്, ദേവി ചൗധരാണി ബങ്കിം, ദേവി ചൗധരാണി ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ലേ, ദേവി ചൗധരാണി ബങ്കിം. അടുത്തത് ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് ഭരണവും. ഇത് നമ്മുടെ എന്താണ് പറയുക, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയില്ലേ, അതാണ് പുസ്തകം. അത് ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് ഭരണവും അല്ലേ, പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, റൂൾ നമ്മളത് മനസ്സിലാക്കി എടുക്കണം. അപ്പോൾ ഇംഗ്ലീഷും കൂടി ഒന്ന് മറിച്ച് നോക്കണം പോയിട്ട്. അപ്പോൾ അതിൻ്റെ ആരാണ്, ദാദാഭായ് നവറോജിയാണ് അല്ലേ, ദാദാഭായ് നവറോജി. ഒന്നുകൂടി നമുക്ക് നോക്കാം. 1916 സുരക്ഷാവാൽ സിദ്ധാന്തം ആരുടെ, ലാലാ ലജ്പത് റോയിയുടെയാണ്. സ്വദേശ് ബാന്ധവ് സമിതി ആരുടെ, അശ്വിനി കുമാർ ദത്ത്, സ്വദേശ് ബാന്ധവ് അശ്വിനി കുമാർ ദത്ത്, ബാന്ധവ് ദത്ത്. നെക്സ്റ്റ് കർമ്മഭൂമി പ്രേംചന്ദ്. ദേവി ചൗധരാണി ബങ്കിമിൻ്റെയാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലേ, അതെന്താണ് സംഭവം, ദാദാഭായ് നവറോജിയുടെ അല്ലേ, നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെ. 2 ഇപ്പോൾ കഴിഞ്ഞിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ചോദിക്കുക ഇപ്രാവശ്യം ഉറപ്പാണ്. സുരക്ഷാവാൽ സിദ്ധാന്തം ലാൽ ലജ്പത് റായിയുടെയാണെന്ന് ഓർത്തു വെക്കുക. സുരക്ഷാവാൽ സിദ്ധാന്തം ലാൽ ലജ്പത് റായിയുടെയാണെന്ന് ഓർത്തു വെക്കുക. ലാൽ ലജ്പത് റായ് അറിയാമല്ലോ, അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ഇതും ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം പൊരുത്തപ്പെടുത്തി എഴുതാൻ, അത് തന്നെ പഠിക്കുമ്പോൾ കുറേയധികം പഠിക്കാൻ പറ്റുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് തന്നെ. ആൻസർ നമുക്കിവിടെ ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്താൻ പറ്റും വേഗം. ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. തിരുവിതാംകൂറിലെ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ ചോദ്യമാണ്. അദ്ദേഹം ആരോട് ചോദിച്ചപ്പോൾ എന്ത് പറയാൻ പറ്റണം, അത് ഡിലനോയ് അല്ലേ, മറ്റു പേര് നമ്മൾ വായിക്കണ്ടല്ലേ, ബാക്കി പേര് ഡിലനോയ് വായിച്ചാൽ മതി. തിരുവിതാംകൂറിലെ സൈന്യത്തിലെ വലിയ കപ്പത്തൻ ആരാണ്, ഡിലനോയ് ആണ്. യൂസ്റ്റാച്ചിയസ് ഡി ലാനോയ് അല്ലേ, കാണുമ്പോൾ വേറെന്തോന്ന് തോന്നും, പക്ഷെ അതല്ല. തിരുവിതാംകൂർ സൈന്യത്തിലെ മനസ്സ് അവിടെ കൊടുക്കുക അപ്പോഴത് കറക്റ്റായി കിട്ടുകയുള്ളൂ. മനസ്സ് അവിടെ തന്നെ കൊടുത്തിട്ട് കൃത്യമായി വായിക്കുക. തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ എന്താണ്, ഡിലനോയ് ആണ് മാച്ച് ചെയ്യുന്നത്. അത് സർവാധികാരിക്കാർ ആരാണ്, സർവാധികാരിക്കാർ എന്ന് പറയുമ്പോൾ അത് ആര് വന്നു ഇവിടെ, രാജാ കേശവദാസ് കേട്ടോ. രാജാ കേശവദാസ് സർവാധികാരിക്കാർ, വലിയ ദിവാൻചിതൊക്കെ പറയാറുണ്ട്. അപ്പം സർവാധികാരിക്കാർ എന്നുള്ളതാണ് സംഭവം. നെക്സ്റ്റ് ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നുള്ളത് ആദിത്യവർമ്മൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെയാണ്. ഉണ്ണുനീലി സന്ദേശമൊക്കെ ആ സമയത്തുള്ള കാവ്യങ്ങളാണ് ഉണ്ണുനീലി സന്ദേശം. അപ്പോൾ അത് അങ്ങനെ ആ ഒരു കണ്ടൻറ്റ് മൊത്തത്തിലല്ലാതെ ഇങ്ങനെ ഓർത്തെഴുതേണ്ടി വരും ആ സമയത്തൊക്കെ. അപ്പോൾ ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നുള്ളത് ആദിത്യവർമ്മൻ വരുന്ന സമയത്തുള്ളതാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്നുള്ളത് നമ്മളെപ്പോഴും പഠിക്കുന്നുണ്ട് അല്ലേ, അത് റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. അലി ആദിൽ ഷേയുടെയാണ്. നമുക്കിവിടെ അത് ഡി എന്ന് എഴുതാം. അലി ആദിൽ ഷേയുടേതാണ്. ഓക്കെ, അലി ആദിൽ ഷേയുടെ. നെക്സ്റ്റ് കിഴക്കൻ പോർച്ചുഗലിൻ്റെ ആദ്യ വൈസ്രോയി ആരാണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. കിഴക്കൻ പോർച്ചുഗലിൻ്റെ ആദ്യത്തെ വൈസ്രോയി അൽമേഡയാണ് അല്ലേ, അത് നമുക്കറിയാം. ഇതൊക്കെ 2 3 എണ്ണം അറിയാമെങ്കിൽ ബാക്കി നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി നോക്കാതെ, തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ ആരാണ്, ഡിലനോയ് ആണ്. തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ ആരാണ്, ഡിലനോയ് ആണ്. സർവാധികാരിക്കാർ ആരാണ്, രാജാ കേശവദാസ് ആണ്. ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നുള്ളത് ആർക്ക് വേണ്ടി പറയാൻ പറ്റും, ഉണ്ണുനീലി സന്ദേശം എന്ന് പറയുമ്പോൾ ആരുടെ കാലത്തുള്ളതാണത്, ആദിത്യവർമ്മൻ്റെയാണ് അല്ലേ. ഉണ്ണുനീലി സന്ദേശം പഴയ കാലം ഓർത്താൽ മതി, ആദിത്യവർമ്മൻ്റെയാണ്. തുഹ്ഫത്തുൽ മുജാഹിദീൻ അത് അലി ആദിൽ ഷാ എന്നുള്ളതാണ്. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഈ ഉത്തരങ്ങൾക്ക് എത്താൻ പറ്റും കേട്ടോ, ചെറിയൊരു കോമൺ സെൻസ് ഉപയോഗിക്കണം അവിടെ. നെക്സ്റ്റ് കിഴക്കൻ പോർച്ചുഗലിൻ്റെ ആദ്യത്തെ വൈസ്രോയി ആരാണ്, ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇതെന്താ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടല്ലോ അവിടെ, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ആയി പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷും കൂടി ഒന്ന് ജസ്റ്റ് ഓടിപ്പോയി നോക്കണം. ഓക്കെ അല്ലേ, അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 3 ഒരെണ്ണത്തിൽ എന്തായാലും നിങ്ങൾക്ക് 2 മാർക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്, റഷ്യയെയും വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ആൻസർ ബെറിങ് കടലിടുക്കാണ്. റഷ്യയായി വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബെറിങ് കടലിടുക്കാണ്. റഷ്യയും വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ബെറിങ് കടലിടുക്കാണ്. റഷ്യ, വടക്കേ അമേരിക്ക, കടലിടുക്ക് ബെറിങ് കടലിടുക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവന പരിഗണിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് തെറ്റായ പ്രസ്താവന തിരിച്ചറിയുന്നുള്ളത്. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്?
രണ്ടും നാലും തെറ്റായ പ്രസ്താവനയാണ്. ശരി പ്രസ്താവന നമുക്കൊന്ന് വായിച്ചു. രണ്ടും നാലും എന്താണ് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി പ്രസ്താവന നോക്കാം. ഗുട്ടൻബർഗ് വിച്ഛിന്നത, ഗുട്ടൻബർഗ് തുടർച്ചയില്ലാത്തത്, വിച്ഛിന്നത എന്ന് താഴത്തെ മാൻറ്റിലിനും പുറം കാമ്പിനിടയിലുള്ള അതിർത്തിയാണ്. താഴത്തെ മാൻറ്റിലിനും പുറം കാമ്പിനിടയിലുള്ള അതിർത്തി എന്താണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത. പ്രിലിംസിൽ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യം തന്നെയാണ്. ഏത്? താഴത്തെ മാൻറ്റിലിനും പുറം ക്യാമ്പിനിടയിലുള്ള അതിർത്തി ഏതാണ്? ഗുട്ടൻബർഗ് വിച്ഛിന്നത, തുടർച്ചയില്ലാത്തത്, വിച്ഛിന്നത. അടുത്തതാണ് ഏത്? പിന്നുള്ളത് നാലാമത്തിൽ 3 ശരിയാണ്. റിപ്പീറ്റ് നിർത്തലാക്കൽ എന്നത് മുകളിലേക്കും താഴേക്കുമുള്ള മാൻഡിലുകൾക്കിടയിലുള്ള സംക്രമണ മേഖലയാണ്. റിപ്പീറ്റ് നിർത്തലാക്കൽ എന്ന് പറയുന്നത് മുകളിലും താഴെയുമുള്ള മാൻഡിലുകൾക്കിടയിലുള്ള സംക്രമണ മേഖലയാണ്. അല്ലേ? നമുക്ക് ഈ ഫാക്ട്സുകളൊക്കെ വായിക്കുമ്പോൾ കിട്ടും. ചിലപ്പോൾ റാങ്ക് ഫയലൊന്നും ഉണ്ടാവാത്തതായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ശരി ആരൊക്കെയാണ്? ഇവിടെ ഇതും ഈ ഒരു ഫാക്റ്റ് ശരിയാണ്. അത് ഒന്നാമത്തെ ശരിയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തതും ശരിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്താണെന്ന് അറിയണം. താഴത്തെ മാൻറ്റിലിനും പുറം കാമ്പിനിടയിലുള്ള അതിർത്തി എന്നറിയാം. റിപ്പീറ്റ് നിർത്തലാക്കൽ എന്ന് പറയും മുകളിലും താഴെയുമുള്ള മാൻറ്റിലുകൾക്കിടയിലുള്ള സംക്രമണ മേഖലയാണ് എന്ത്? റിപ്പീറ്റ് നിർത്തലാക്കൽ, സംക്രമണ മേഖലയാണ്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇവിടെ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ബന്ധിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ അല്ലേ? എല്ലാം ചോദ്യം അങ്ങനെ തന്നെയായിരിക്കും. ഇവിടെ പെട്രോളിയം, ബോക്സൈറ്റ്, കൽക്കരി, ഗോൾഡ്. ഉത്തരം എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. പെട്രോളിയം അത് മുംബൈ ഹൈ, പെട്രോളിയം ഏറ്റവും കൂടുതൽ മുംബൈ ഹൈയിലാണ്. ബോക്സൈറ്റ് കോരാപുട്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബോക്സൈറ്റ് കോരാപുട്ട്. കൽക്കരി ജാറി, ഏറ്റവും വലുതുള്ളത് കൽക്കരി ജാറി അല്ലേ? വലിയത് കൽക്കരി ഉള്ളത് ജാറി. ഈ ജയ ഓർക്കണം, ജയം കൊടുക്കാറുണ്ട്. കൽക്കരി ജാറി. ഗോൾഡ് എവിടെ? ഹുട്ടിയാണ്. ഗോൾഡ് ഹുട്ടി. പെട്രോളിയം മുംബൈ ഹൈ ആണ്. ബോക്സൈറ്റ് കോരാപുട്ട്. കൽക്കരി ജാറിയ. ഗോൾഡ് ഹുട്ടി. കോളാർ ഖനികൾ ഹുട്ടി. ഗോൾഡ് ഹുട്ടി. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് നഗരത്തെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കാത്തത്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കാത്തത് ഇതിനെയാണ്? ഹൈദരാബാദ് അല്ലേ? അപ്പോൾ ഡൽഹി, മുംബൈ, ചെന്നൈ. 3 നഗരങ്ങൾ എന്തിനുള്ളതാണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതിയിലുള്ളവയാണ്. ഡൽഹിയും മുംബൈയും ചെന്നൈയും 3 ഓർത്ത് വെക്കുക. എങ്ങനെ ഓർക്കണം? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതി ഓർത്ത് വെക്കുക. ഈ 25 ചോദ്യങ്ങളൊക്കെ വേണ്ടി നമുക്ക് 26ലും റിപ്പീറ്റ് ചെയ്യപ്പെടാം ഈ ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. ICARന് കീഴിലുള്ള താഴെ പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ ഏതാണ് തെറ്റായ ജോഡി? കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ളതാണ്. തെറ്റായ ജോഡി ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കേണ്ട ഓപ്ഷൻ സി ആണ് നമുക്കുള്ള വേണ്ടത്. ആൻസർ ഓപ്ഷൻ സി അല്ലേ? അപ്പോൾ നോക്കാം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം കാസർഗോഡെന്നറിയാം. സെൻട്രൽ ട്യൂബർ ക്രോപ്സ് തിരുവനന്തപുരം അല്ലേ? കിഴങ്ങുവിള ട്യൂബർ ക്രോപ്സ് റിസർച്ച് തിരുവനന്തപുരം എന്നറിയാം. അതുപോലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് കൊച്ചിയിലുമാണെന്നറിയാം അല്ലേ? അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ 3 അറിയാവുന്ന. ഒന്നുകൂടി നോക്കാം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ക്രോപ്സിൻ്റെ വിളകൾ കാസർഗോഡ്. ട്യൂബർ ക്രോപ്സ് കിഴങ്ങുവിള അല്ലേ? തിരുവനന്തപുരം. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നോക്കാം. കേരളത്തിൽ നിന്നുള്ള ഏത് കരകൗശല വസ്തുവിനാണ് അടുത്തിടെ GI ടാഗ് ലഭിച്ചത്? ഇത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നമാണ്. അപ്പോൾ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നം ഏതായിരുന്നു? ഏതായിരുന്നു? കണ്ണാടിപ്പായ. ആദിവാസി ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ആദിവാസി ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. GI ടാഗ് ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി ഓർത്തു വെച്ചു. അടുത്തത്, ആഗോളവൽക്കരണത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും തൊഴിലാളികളുടെയും അനിയന്ത്രിതമായ അതിർത്തി കടന്നുള്ള നീക്കം എന്ന് നിർവചിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ആഗോളവൽക്കരണത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിൻ്റെയും തൊഴിലാളികളുടെയും അനിയന്ത്രിതമായ അതിർത്തി കടന്നുള്ള നീക്കമാണെന്ന് നിർവചിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. അന്താരാഷ്ട്ര നാണയനിധി IMF ആണെന്ന് പറയാം. അവരാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞേക്കുന്നത്. ആഗോളവൽക്കരണത്തെ നിർവചിച്ചേക്കുന്നത് അങ്ങനെയാണ്. അന്താരാഷ്ട്ര നാണയനിധിയാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് പേരിലാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്?
ഏത് പേരിനാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ബിമൽ ജലാന് ബന്ധമില്ല. നോർമലി ബോർലോഗും സുബ്രഹ്മണ്യ MS സ്വാമിനാഥനൊക്കെ എന്താണ് നമ്മുടെ ഹരിത വകുപ്പുള്ള ബന്ധമുള്ള ആൾക്കാർ, നമുക്കറിയാവുന്ന കാര്യം. നെക്സ്റ്റ് വരുന്നത് പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന PMFBY പ്രാഥമിക ലക്ഷ്യം. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം കർഷകർക്ക് താങ്ങാനാവുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉറപ്പാക്കുന്നുള്ളതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഇന്ത്യയിൽ താഴെ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഏതിനാണ് GSTയിൽ നിന്ന് ഒഴിവാക്കാത്തത്? GSTയിൽ ഒഴിവാക്കാത്തൊരു ഉൽപ്പന്നം താഴെ പറഞ്ഞതിൽ ഏതാണ്? അല്ലേ, ഉത്തരം കിട്ടിയോ? പാക്ക് ചെയ്ത ബിസ്ക്കറ്റുകൾക്ക് GST ഇല്ല പോലും. ഒഴിവാക്കാത്തത് അവർക്കാണ്. GST ഉണ്ട് അവർക്കില്ലേ, ഒഴിവാക്കാത്ത അവർക്കാണ്. അത് നമ്മൾ ആഹാര സാധനങ്ങളുടെ പട്ടികയാണ്. അതിൽ ഏതാണ് GSTയിൽ നിന്നും ഒഴിവാക്കാത്തത് അല്ലേ? അപ്പോൾ ഏതാണ്? പാക്ക് ചെയ്ത ബിസ്ക്കറ്റുകൾ ഒരിക്കലും ഒഴിവാക്കില്ലേ, അതാണ്. ഓക്കെ, അപ്പോൾ നോക്കണം, പുതിയ പഴങ്ങളും പച്ചക്കറികളും തേനും പാത്രങ്ങൾക്ക് GST വളരെ കുറവെന്നാണ് പറയുക. ഓക്കെ, അടുത്ത ചോദ്യം. ഹെഡ്ജിങ്, ഊഹക്കച്ചവടം അല്ലെങ്കിൽ മധ്യസ്ഥത എന്നിവയ്ക്കായി താഴെ പറയുന്ന സാമ്പത്തിക ഉപകരണങ്ങളിൽ ഏതാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്? കൂടാതെ അതിൻ്റെ മൂല്യം അടിസ്ഥാന ആസ്തിയിൽ നിന്നോ സൂചികയിൽ നിന്നോ ലഭിക്കുന്നു. ഏത് സാമ്പത്തിക ഉപകരണം എന്നാണ് ചോദിച്ചത്. ഏത് സാമ്പത്തിക ഉപകരണമാണത്? ഡെറിവേറ്റുകൾ അല്ലേ, ഡെറിവേറ്റീവുകൾ എന്നാണ്. ഡെറിവേറ്റീവ്, ഇതൊക്കെ ഇംഗ്ലീഷ് എഴുതുമ്പോൾ നമുക്ക് വായിക്കും. ഡെറിവേറ്റീവുകൾ എന്നാണ്. ഡെറിവേറ്റീവുകളാണ്. അങ്ങനെയല്ല, ഹെഡ്ജിങ്, ഊഹക്കച്ചവടം അല്ലെങ്കിൽ മധ്യസ്ഥത ഇവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാമ്പത്തിക ഉപകരണങ്ങളാണത്. ഓക്കെ, ഡെറിവേറ്റീവുകൾ എന്ന് പറയും. ഡെറിവേറ്റീവ്. അടുത്തത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന 3 സംസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന ക്രമങ്ങളിൽ ഏതാണ് ശരി? കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത്, ഉത്തരം ഏതാണ്? ആദ്യത്തേത് ഓപ്ഷൻ ബി ആണ്. കർണാടക, കേരളം, തമിഴ്നാട് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? കർണാടക, ദെൻ കേരളം, ദെൻ തമിഴ്നാട്. കർണാടക, കേരളം, തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ മുൻനിര ഉൽപ്പാദകരിൽ ഒന്നാമതും സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ്. ഏതാണ്? ആൻസർ മാംഗനീസ്. ഇപ്പോഴെപ്പോഴും മാംഗനീസിൻ്റെ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അല്ലേ, ഉത്തരവും ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് മനസ്സിലൊന്ന് വെച്ചേക്കണം. ഇന്ത്യ മുൻനിര ഉൽപ്പാദകരിൽ ഒന്നാമതും സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവുമാണ് മാംഗനീസ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ധാതുവിനെക്കുറിച്ച് അവർക്കൊരു ധാരണയുണ്ടാവും അല്ലേ, ആ ധാതുവിനെ ബേസ് ചെയ്ത എന്ത് ചോദ്യങ്ങളൊക്കെ ഉണ്ട്, PSC ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് വന്നേക്കുന്ന ഒരു ധാതു മാംഗനീസാണ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പം അതൊരു മനസ്സിൽ വെച്ചേക്കാം. ഉത്തരങ്ങൾ കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യാം? മാംഗനീസ് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ആരാണ്? നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ആരാണ്? ആൻസർ ആരാണ്? നീലക്കുയിൽ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ആരാണ്? ആൻസർ ഉറൂബാണ്. നീലക്കുയിൽ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ഉറൂബാണ്. നീലക്കുയിൽ സിനിമ അറിയാലോ, എൻ്റെ കഥയും തിരക്കഥയും ഒക്കെ ഉറൂബിൻ്റെ വകയായിരുന്നു. ഉറൂബ്. അക്കിത എന്ന ആചാരം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം അല്ലേ. നമ്മൾ കൂടിയാട്ടമൊക്കെ പഠിച്ചു വരുന്നുണ്ട്. കൂടിയാട്ടം പഠിക്കും, മുടിയേറ്റം പഠിക്കും, യക്ഷഗാനം ഒക്കെ പഠിക്കും. ഈ അക്കിത എന്ന ആചാരം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അക്കിത എന്ന ആചാരം കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്. ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ചെറായിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വർഷമാണ് ചോദിച്ചേക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം എന്നാണ് ചോദ്യം അല്ലേ. 1917. അതായത് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയ വർഷം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം 1917 അല്ലേ. സഹോദരൻ അയ്യപ്പൻ്റെ 17 അല്ലേ, 16 പറയാഞ്ഞ കാര്യം. സഹോദരൻ അയ്യപ്പൻ്റെ 17 1917 അദ്ദേഹം മിശ്രഭോജനം നടത്തി എന്ന് ഓർത്താൽ മതി. അടുത്തത്. ഡാഷിൻ്റെ ഒരു ഭാഗമാണ് പൊരുളധികാരം. ഡാഷിൻ്റെ ഒരു ഭാഗമാണ് പൊരുളധികാരം. ആൻസർ ഓപ്ഷൻ ബി ആണ്. തൊൽക്കാപ്യം അല്ലേ. നമ്മുടെ മലയാളം അല്ലെങ്കിൽ കലാ സംസ്കാരം എന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊക്കെ വളരെ റയറായിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നേക്കുന്നില്ലേ. അത് കണ്ടുപിടിക്കുന്നതിന് വലിയ പാടില്ല. ഡാഷിൻ്റെ ഒരു ഭാഗമാണ് പൊരുളധികാരം. അപ്പോൾ ട്രെൻഡിങ് ചോദ്യങ്ങൾ ഇതൊക്കെയാവും. ഓക്കെ, ഡാഷിൻ്റെ ഒരു ഭാഗമാണ് പൊരുളധികാരം അല്ലേ. തൊൽക്കാപ്യം നമുക്ക് മുടിയേറ്ററിയുന്ന പോലെ തൊൽക്കാപ്യം നമുക്കറിയാം അല്ലേ. പക്ഷെ അതിൻ്റെ ഭാഗം പൊരുളധികാരം ഇൻറ്റേർണലി ഡീപ്പായി പോകണം അവിടെ. ഓക്കെ, പൊരുളധികാരം ഡീപ്പായി പോകണം. അപ്പോൾ ഡാഷിൻ്റെ ഭാഗം ഏതാണ്? തൊൽക്കാപ്യത്തിൻ്റെ ഭാഗമാണെന്ത്? പൊരുളധികാരം എന്ന് പറയുന്നത്.
തോൽക്കാപ്യത്തിൻ്റെ ഭാഗമാണ് പൊരുളധികാരം. നെക്സ്റ്റ്, ഡാഷ് നദിയുടെ പുരാതന നാമമാണ് ബാരിസ്. അല്ല, അതൊരു പഴയ ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ സി, പമ്പ നദിയുടെ പുരാതന നാമമാണ് ബാരിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അറിയാവുന്ന പമ്പ, ബാരിസ്. കുമാരനാശാൻ എഴുതിയത് എന്തിന് ഭാരതരെ കരയുന്നു, എന്തിന് കരയുന്നു, എന്തിന് ഭാരതരെ കരയുന്നു, ഭാരതത്തിലുള്ള ആൾക്കാരെ എന്തിനാണ് കരയുന്നത്? പാരതന്ത്ര്യം വിധി കൽപ്പിതമാണു തായേ, അല്ലേ? ഏതിലെ വരികളാണിത്? കുമാരനാശാൻ എഴുതിയ ബുക്കിലെ ഏത് ബുക്കിലെ വരികളാണ് ഈ പറഞ്ഞേക്കുന്നത്? ആൻസർ എന്താണ്? ഒരു തീയക്കുട്ടിയുടെ വിചാരം, ഒരു തീയക്കുട്ടിയുടെ വിചാരം, ഒരു തീയക്കുട്ടിയുടെ വിചാരം. അടുത്തത്, മുച്ചീട്ട് അല്ലേ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏതാണ്? കഥാപാത്രം ഏതാണ്? സൈനബയാണ്. മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം സൈനബയാണ്. ആദ്യത്തെ മലയാളം ചെറുകഥ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത് ആരാണ്? ആൻസർ ഏതാണ്? വിദ്യാവിനോദിനിയാണ്. വിദ്യാവിനോദിനി. ഓക്കെ, മാർക്ക് പറ്റുന്നില്ല. ഓക്കെ, വിദ്യാവിനോദിനി. മലയാളം ചെറുകഥ വാസനാവികൃതി, അല്ലേ? മലയാളം ചെറുകഥ വാസനാവികൃതി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ആദ്യത്തെ മലയാളം ചെറുകഥ ഏതാണ്? വാസനാവികൃതി. പ്രസിദ്ധീകരിച്ചത് ആരാണ്? പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? വിദ്യാവിനോദിനി. ഓക്കെ, വിദ്യാവിനോദിനി. കിട്ടിയല്ലോ. കുറച്ച് കമ്പ്യൂട്ടർ കാര്യം കൂടി നോക്കാം. വലിയ ഡേറ്റ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? വലിയ ഡേറ്റ സൈറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? അറിയാമല്ലോ, MS Access ആണ്. MS Access. അടുത്തത്, ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്ന പ്രവൃത്തിക്ക് പറയുന്നത് എന്താണ്? ആൻസർ സ്റ്റോർ നിർദ്ദേശം എന്ന് പറയുന്നു. ഒരു വേരിയബിളിന് ഒരു മൂല്യം കൊടുക്കുന്ന പ്രവൃത്തി ഒരു സ്റ്റോർ നിർദ്ദേശം. അടുത്ത ലാൻഡ്. ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുകയും മാക് വിലാസങ്ങളെ അടിസ്ഥാനമാക്കി ട്രാഫിക് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണം ലാനിലോട്ട് ബന്ധിപ്പിക്കുന്നു. അതെന്താണ്? ആൻസർ സ്വിച്ച്, അല്ലേ? ഓക്കെ, സ്വിച്ചാണ്. നെക്സ്റ്റ്, പാക്കറ്റ് സ്വിച്ചിങ് നടത്തുകയും ഡേറ്റയ്ക്കുള്ള ഒപ്റ്റിമൽ പാത്ത് നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഉപകരണം. ആൻസർ റൂട്ടറാണ്, അല്ലേ? ലാൻഡ് വാൻ പറയുന്ന പോലെ അത് റൂട്ടറാണ്, അല്ലേ? അപ്പോൾ അതുപോലത്തെ വരുന്നത് പാക്കിംഗ് സ്വിച്ചിങ് നടത്തുകയും ഡാറ്റയ്ക്കുള്ള ഒപ്റ്റിമൽ പാത്ത് നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് റൂട്ടർ എന്ന് പറയുക. നെക്സ്റ്റ് ചോദ്യം, HTML അല്ലേ എ കൊടുത്തേക്കുന്ന ടാഗ്, ആ ടാഗ് എന്താണ് നിർവചിക്കുന്നത്? ആ കൊടുത്തേക്കുന്ന എ എന്നുള്ള സിമ്പിൾ ടാഗ് എന്താണ് നിർവചിക്കുക? അറിയാമല്ലോ, ഹൈപ്പർ ലിങ്കുകൾക്കുള്ളൊരു ആങ്കർ, അല്ലേ? കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാത്തവർക്ക് അറിയില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഹൈപ്പർ ലിങ്കുകൾക്കുള്ളൊരു ആങ്കറാണെന്ത്? ഈ ടാഗ്, അല്ലേ? ഹൈപ്പർ ലിങ്കുകൾക്കുള്ള ഒരു ആങ്കറാണ് അത്. ആ സംഭവം. അപ്പോൾ നമുക്കതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കാം. നെയ്തർ റിയ നോർ ജിന ഡാഷ് എനി നോളജ് ഓഫ് ദി ഇൻസിഡൻറ്റ്. കറക്റ്റ് വെർബ് ചേർക്കുക. നെയ്തർ നോറിൻ്റെ പ്രയോഗമാണ്. ഉത്തരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഹാസ്. നെയ്തർ റിയ നോർ ജിന ഹാസ്, കേട്ടോ. ഓക്കെ, നെയ്തർ റിയ, നെയ്തർ നോർ വരുമ്പോൾ ഏത് ചേർക്കണം എന്നൊക്കെയുള്ളത് കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഏത് സിംഗുലറാണ് പ്ലൂറലാണ് പഠിച്ചു വെച്ചേക്കണം. നെയ്തർ റിയ നോർ ജിന ഹാസ് എനി നോളജ് ഓഫ് ദി ഇൻസിഡൻറ്റ്. വാട്ട് ഈസ് ദ കളക്റ്റീവ് നൗൺ യൂസ്ഡ് ഫോർ ലയൺസ്? ലയൺസിൻ്റെ കളക്റ്റീവ് നൗൺ, അല്ലേ? ഒരു ഗ്രൂപ്പ് ഓഫ് ലയൺസിനെ പറയുന്ന പേരെന്താണ്? എ പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് പറയാം. ഒരു ഗ്രൂപ്പ് ഓഫ് ലയണിനെ പറയുന്ന പേര് പ്രൈഡ് എന്നാണ്. പ്ലീസ് ആസ്ക് ഹെർ ടു റിപ്പോർട്ട് ടുഡേ. സെലക്ട് എ സൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കും, അല്ലേ? പ്ലീസ് ആസ്ക് ഹെർ ടു റിപ്പോർട്ട് ടുഡേ. അവിടെ വെർബൊക്കെ നോക്കി വരല്ലേ, ആസ്ക് ഒക്കെ റിപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഏത് വരും? റിപ്പോർട്ട് ടുഡേ. പ്ലീസ് ആസ്ക്, റിക്വസ്റ്റ് ഫോർ. പ്ലീസ് ആസ്ക് ഹെർ ടു റിപ്പോർട്ട് ടുഡേ. അപ്പോൾ എന്താ പറയേണ്ടത്? ഉത്തരം എന്ത് വരുന്നുണ്ട്? വിൽ യു എന്നാണ് വരിക, അല്ലേ? റിക്വസ്റ്റ് ഫോമാണ്. വിൽ യു എന്നാണ് വരിക. ഓക്കെ, നെക്സ്റ്റ്, they postponed the meeting due to an unexpected delay in processing the documents. with the phrasal verb can substitute ചെയ്യാം. ഈ പോസ്റ്റ്പോണിന് പകരം ഒരു ഫ്രേസൽ വെർബ് ചേർക്കാം. പോസ്റ്റ്പോൺ നമുക്കറിയാം, പരിചിതമുള്ളൊരു സംഭവമാണ്. ഏത്? പുട്ട് ഓഫ്. പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വെക്കുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റി വയ്ക്കുക. ഇനി കറക്റ്റ് സെൻറ്റൻസ് ഇവിടെയെന്നുള്ള ചോദ്യമാണ് കേട്ടോ. ഉത്തരം ഞാൻ പറഞ്ഞുതരാം.
ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. നോ അതർ ബോയ് ഇൻ ദ ക്ലാസ് ഈസ് ആസ് സ്മാർട്ട് ആസ് രാഹുൽ. ഓക്കെ, അവിടെ അതർ ബോയ്സ് അല്ലേ, നോ അതർ ബോയ്സ് എന്നുള്ള സംഭവമാണ് കറക്റ്റ് സെൻറ്റൻസ് ആയി വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, ഐ ആം സെർച്ചിങ് ഫോർ വേസ് ടു ബ്രേക്ക് ദ ഐസ് വിത്ത് മൈ ന്യൂ ക്ലാസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി ഇഡിയം ബ്രേക്ക് ദ ഐസ്? ബ്രേക്ക് ദ ഐസിൻ്റെ മീനിങ് എന്താ, ഇഡിയത്തിൻ്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം ഏതാണ്? ടു ഡു സംതിങ് ദാറ്റ് മേക്സ് പീപ്പിൾ ഫീൽ മോർ റിലാക്സ്ഡ്. ഓക്കെ. The king ruled dash a vast empire. Pick the correct preposition. Answer ഏതാണ്? Over. The king ruled over. Ruled over ആണ് എപ്പോഴും ruled over. Which is the following? Which of the following is the correct spelling? Occasion ഉള്ള correct spelling ഏതാണ്? OCCASION. OCCASION ആണ് occasion. Dash watch that you want is dash limited edition. Use the articles. Article ഉപയോഗിക്കാനാണ് ആൻസർ ദ വാച്ച് ഈസ് യു വാണ്ട് ഈസ് എ ലിമിറ്റഡ് എഡിഷൻ. ദായും എയും. വാട്ട് ഇസ് ദ ആൻറ്റോണിം ഓഫ് ദി ബെനവലൻറ്റ്? ബെനവലൻ്റ് എന്ന വാക്കിൻ്റെ ആൻറ്റോണിം എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണല്ലോ. ഓപ്ഷൻ ബി ക്രൂവൽ അല്ലേ, ക്രൂവൽ എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. ബെനവലൻറ്റ്, ക്രൂവൽ. ഷട്ട് ദ ഡോർ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റും. ഷട്ട് ദ ഡോർ എന്നുള്ളതിനെ പാസീവ് വോയിസ് ഏതാണ്? ലെറ്റ് ദ ഡോർ ബി ഷട്ട്. ലെറ്റ് ദ ഡോർ ബി ഷട്ട്. അടുത്തത്, വാട്ട് ഈസ് ദ വൺ വേർഡ് ഫോർ ദി പേഴ്സൺ ഹു ഓൾവേസ് ലുക്സ് അറ്റ് തിങ്സ് ഇൻ എ പോസിറ്റീവ് മാനർ? ഒരു പോസിറ്റീവ് മാനറിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? ഒപ്റ്റിമിസ്റ്റ് അല്ലേ, ഒപ്റ്റിമിസ്റ്റ് ആണെന്ന് പറയും. പോസിറ്റീവ് എപ്പോഴും. വാട്ട് മോഡൽ ഓക്സിലറി യൂസ് ടു സജസ്റ്റ്? നെസസിറ്റി ഓർ ഒബ്ലിഗേഷൻ? ഒരു നെസസിറ്റിയോ അല്ലെങ്കിൽ ഒരു ആവശ്യകതയ്ക്ക് വേണ്ടി നമ്മൾ ഒരു ആവശ്യം പറയും നിർദ്ദേശിക്കുകയാണെങ്കിൽ, ഒരു ആവശ്യകതയ്ക്ക് നിർദ്ദേശിക്കുകയാണെങ്കിൽ ഏത് നമ്മൾ ഓക്സിലറിയാണ് ഉപയോഗിക്കുക? ഒരു ആവശ്യകത അല്ലേ, നെസസിറ്റി ആണെങ്കിൽ എന്താണ് ഉപയോഗിക്കുക? ആൻസർ ഓപ്ഷൻ മസ്റ്റ് അല്ലേ, മസ്റ്റാണെന്ന് പറഞ്ഞു. നമുക്ക് മസ്റ്റായിട്ട് വേണം അത്. ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക എന്നുള്ളതാണ്. ശരിയായ പദങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ശരി പദങ്ങൾ എന്ന് പറയുമ്പോൾ 1ഉം 4ഉം ശരിയാണ് അല്ലേ. കൃത്രിമം, അടിമത്ത്. അടിമത്ത് നമുക്കറിയാം, കൃത്രിമവും അറിയാം. നെക്സ്റ്റ് ചോദ്യം വരുന്നത്, ശരിയായ വാക്യം കണ്ടെത്തുക. വാക്യം കണ്ടെത്താൻ പറയുമ്പോൾ ശരിയായ വാക്യം കണ്ടെത്താൻ പറയുമ്പോൾ ഏതാണ്? അദ്ദേഹം ഹാർദമായി സ്വാഗതം ചെയ്തു. അദ്ദേഹത്തെ അല്ലേ, അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദമായി എന്ന് മതി, ഹാർദമായി എന്ന് മതി. കുട്ടിച്ചോറാക്ക് ശൈല എന്താ പറയുക, എൻ്റെ അർത്ഥം എന്താ? കുട്ടിച്ചോറാക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആൻസർ എന്താണ്? കുട്ടിച്ചോറാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുക എന്നർത്ഥം. ഉന്നതം അതിൻ്റെ വിപരീത പദം എന്താണ്? ഉന്നതത്തിൻ്റെ വിപരീത പദം, ഉന്നതത്തിൻ്റെ വിപരീത പദം എന്താണ്? ഉന്നതം. ഉന്നതം അതിൻ്റെത് നദം അല്ല, ഉന്നതം നദമാണ്. നമുക്കതെല്ലാം ഇവിടെയുള്ള ഈച്ച എന്നതിൻ്റെ പര്യായപദം, ഈച്ചയുടെ പര്യായപദം ഇത് സിനിമയാണോ? അല്ല. പര്യായപദം മക്ഷിക. ഈച്ചയ്ക്ക് മക്ഷിക എന്നും പറയും, മക്ഷിക എന്നും പറയാറുണ്ട്. അവൻ അല്ലേ, എപ്പോഴും ട്രെൻഡിങ് ആയ ചോദ്യമാണിത്. അവൻ എന്ന പദം എങ്ങനെ പിരിച്ചെഴുതാം? അവനെ എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ആ പ്ലസ് അല്ലാണ്. 4-5 ഇതും ട്രെൻഡിങ് ആണ്. 4-5 ഘടകങ്ങളാക്കുക. 4-5 ഘടകങ്ങളാക്കുക. ഏത് പറയും? 4ഓ 5ഓ കേട്ടോ. രണ്ടും ട്രെൻഡിങ് ചോദ്യങ്ങളാണ്. രണ്ടും ഇതിൻ്റെ ടൈപ്പുകൾ പഠിച്ചിട്ട് പോവുക. അവനും അവളും ഒക്കെ പഠിച്ചിട്ട് പോവുക, അതേപോലുള്ളത് പഠിക്കുക. അടുത്തത്, തന്നിരിക്കുന്നതിൽ അലിംഗ ബഹുവചനം അല്ലേ. അലിംഗ ബഹുവചനം, ലിംഗം വേണ്ട. ലിംഗ ബഹുവചനം ജനങ്ങളാണ്. ഓക്കെ. സ്ത്രീലിംഗം ഇവിടെ ഏതാണ്? സ്ത്രീലിംഗം വിനോദി ഏതൊക്കെ വരും? യോത്രി. സ്ത്രീലിംഗം യോത്രി അല്ലേ, യോത്രി. നെക്സ്റ്റ്, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിന് ഒറ്റപ്പദം. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റപ്പദം ഏതാണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റപ്പദം ബുഭുക്ഷു അല്ലേ. അപ്പോൾ ഇത്രയും കൊണ്ട് നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നമുക്ക് കാണാം കേട്ടോ. സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.